വനിതാ കമ്മീഷനിൽ ഇരിക്കുമ്പോഴേ താങ്കൾക്ക് തോന്നിയത് ഇപ്പൊ കേരളത്തിലെ പൊതുവെയുള്ള എനിക്കൊന്ന് ഈ വിധവ എന്ന് പേരിട്ട് വിളിക്കാവുന്ന ആളുകൾക്ക് ചില സൗജന്യങ്ങളും ചില നിയമസഹായവും ഒക്കെ ഉണ്ട് അല്ലേ? ഇപ്പൊ ഉണ്ട്. അപ്പൊ ഈ വന്നിരിക്കുന്ന കേസുകളിൽ കേരളീയ സമൂഹത്തിൽ മാറണം എന്ന് തോന്നിയത് ഏത് സംഭവമാണ്? കേരളീയ സമൂഹത്തിൽ അടിസ്ഥാനപരമായിട്ട് മാറേണ്ടത് സ്ത്രീയുടെ ഏതവസ്ഥയിലും അവൾക്ക് തുല്യമായ അംഗീകാരം കൊടുക്കാതിരിക്കുന്ന, ഉദാഹരണം പറഞ്ഞാൽ ഒരു നവവധു, അലങ്കൃതയായ നവവധുവിനെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. സ്നേഹമയിയായ അമ്മയെ, കുഞ്ഞിനെ വളർത്തുന്ന അമ്മയെ, നല്ല ഭാര്യയെ, സുമംഗലിയെ ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നുമല്ലാത്ത ഒറ്റപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ, അവിവാഹിതയാകാം, വിവാഹമോചിതയാകാം, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച സ്ത്രീയാകാം. ഇത്തരത്തിലുള്ള എല്ലാ അവസ്ഥകളിലുമുള്ള സ്ത്രീയെ, സ്ത്രീ ആയിരിക്കെ തന്നെ അവൾക്ക് കിട്ടേണ്ടുന്ന അംഗീകാരം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. ഇനി ഒരുപക്ഷെ ഈ ഭർത്താവ് മരിച്ച സ്ത്രീയെ കുറെ കൂടി കരുതലോടെ, സഹതാപത്തോടെ, അത് വേണ്ടെങ്കിലും കാണുന്നെന്ന് വിചാരിക്കുക. പക്ഷെ വിവാഹമോചിതയോടുള്ള കാഴ്ചപ്പാട് അതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ്. വിവാഹമോചിതരായ സ്ത്രീകൾ എൻ്റെ അടുക്കൽ ഇപ്പോഴും വനിതാ കമ്മീഷന്റെ എൻ്റെ ടെന്യൂവർ കഴിഞ്ഞിട്ടും ഇന്നലെ രാത്രിയിൽ കൂടി ഒരു 9:30 കൂടി ഒരു സ്ത്രീ എൻ്റെ അടുത്ത് സങ്കടം പറയാൻ വന്നിരുന്നു. അപ്പോൾ സ്ത്രീകൾ വിവാഹമോചിതരായാൽ, ഏതെങ്കിലും കാരണം കൊണ്ട് അവർക്ക് വിവാഹം കഴിക്കാൻ കഴിയാതെ വന്നാൽ അവർ വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ വനിതാ കമ്മീഷന്റെ കലാലയ ജ്യോതി എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ആൺകുട്ടികൾക്ക് ജോലിയും വരുമാനവും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ സമൂഹത്തിൽ. അപ്പോഴും വരനെ, ഭർത്താവിനെ, മരുമകനെ അങ്ങനെ വളരെ കാര്യമായിട്ട് ആദരപൂർവ്വം സ്വീകരിക്കും. പക്ഷെ പെൺകുട്ടിക്ക് ജോലി എന്നല്ല ഞാൻ പറയുന്നത്, വരുമാനം, ബിസിനസ് ആവാം, അഭിനയമാകാം, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആവാം, എന്താണെങ്കിലും ഒരു പെൺകുട്ടിക്ക് വരുമാനമുണ്ടായതിന് ശേഷം മാത്രമേ അവള് വിവാഹ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാവൂ. കാരണം വിവാഹം എന്ന് പറയുന്നത് 100% ഒരു ചൂതാട്ടമാണ് എന്ന് ഞാൻ കാണുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയും. പുറമേക്ക് വളരെ ഹാപ്പിലി മാരീഡ് എന്ന് പറയുന്ന പല ജീവിതങ്ങളും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ഓരോ പെൺകുട്ടിയും സ്വന്തമായ വരുമാനം നേടിയതിന് ശേഷം മാത്രമേ വിവാഹിതയാകാവൂ. എന്തും സംഭവിക്കാം. നല്ലത് സംഭവിച്ചാൽ, ഭർത്താവ് നിങ്ങളെ സ്നേഹിച്ചാൽ, അയാൾ നിങ്ങളെ സംരക്ഷിച്ചാൽ നല്ലത്, നിങ്ങളുടെ ഭാഗ്യം, അതിൽ വലിയ സന്തോഷം. അതല്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കണം. കാരണം ഒരാളുടെ ബറിയൽ കൊണ്ട് അവസാനിക്കുന്നതല്ല മറ്റൊരാളുടെ ജീവിതം. Another person's funeral doesn't mean the end of your life. അതുകൊണ്ട് നിങ്ങൾ സദാ സജ്ജരായിരിക്കുക. You cannot expect love to be a rain upon your life. Sometimes it comes very practical as a furniture which is not flexible, which cannot be moved. Okay. So be ready for everything. Okay.